ഓക്കെ, സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഹയർ അപ്സ് ഫോർ കട്ടിങ് ആൻഡ് ലോവർ അപ്സ് ഫോർ ബൾക്കിംഗ്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബൾക്കിങ് കട്ടിങ് എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നോർമലായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബൾക്കിങ് അല്ലെങ്കിൽ കട്ടിങ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ ആവശ്യവും നിങ്ങൾക്കില്ല. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ശരിയായ രീതിയിൽ ബൾക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഓഫ് സീസൺ ബോഡി ബിൽഡർ വളരെയധികം മാസം ഒരു 3-4 മാസം കൊണ്ട് ഒരു കോമ്പറ്റീഷന് വേണ്ടി ഗെയിൻ ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസാണ്. അതിൽ നല്ല രീതിയിൽ ആനബോളിക്സും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ആ ഒരു ബൾക്കിംഗ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ബൾക്കിങ്ങിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ് കട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അതിലും ഒരുപാട് ആനബോളിക്സ് യൂസ് ആവുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഫാറ്റ് ലോസ് തന്നെ ഒരു കോമ്പറ്റീഷൻ പ്രപ്പിൽ വേണ്ടി വരും. പക്ഷേ അന്നൊരു സാധാരണക്കാരൻ കട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ഫാറ്റ് ലോസ് ഒന്നും അവൻ ആവശ്യപ്പെടുന്നില്ല. ഒരു 12-11 റേഞ്ചിലുള്ള ബോഡി ഫാറ്റ് ആയിരിക്കും ഒരു സാധാരണക്കാരൻ കട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഹയർ അപ്സ് അല്ലെ ലോവർ അപ്സ് എന്നൊരു കോൺസെപ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഏകദേശം 5 മുതൽ 30 വരെ റെപ്പിറ്റേഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മസിൽ ഗ്രോത്ത് കിട്ടും. നമ്മൾ ഏത് റെപ്പ് റേഞ്ചിലാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബോഡി ബിൽഡേഴ്സൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം ലോ ആയിട്ടുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മളെ മസിൽ ബിൽഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വളരെയധികം കുറവാണ്. ആൻഡ് അത് വെച്ച് നമ്മൾ ഈ ഇഞ്ചറീസിൻ്റെ റിസ്ക് നോക്കുമ്പം നമ്മൾ അഥവാ ഹെവി വെയിറ്റ് എടുത്തിട്ട് കട്ടിങ്ങിൻ്റെ ടൈമിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇഞ്ചറി ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെയാണ് ബോഡി ബിൽഡേഴ്സ് കൂടുതലും ഈ കട്ടിങ് സമയത്ത് കുറവ് വെയിറ്റ് എടുത്തിട്ട് റെപ്പ് കൂട്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം നോർമലായിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആളേക്ക് വരുമ്പം അയാളുടെ കട്ടിങ് ഫേസ് അല്ലെ ബൾക്കിംഗ് ഫേസിൽ ഇത് അത്രത്തോളം അപ്ലൈ ആവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു ഫിസിക് കോമ്പറ്റീറ്റർ ഒന്നും പോകുന്ന അത്രയും ലോ ബോഡി ഫാറ്റിലേക്ക് ഒരു നോർമലായിട്ടുള്ള ആൾക്കാർ പോവില്ല. അപ്പോൾ ഒരു ബിലോ 10% ബോഡി ഫാറ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഹെവി ആയിട്ട് അടിക്കുമ്പം ഇഞ്ചറീസ് വരാനുള്ള റിസ്ക് കൂടുന്നത്. ആസ് കമ്പയർ ടു നമ്മൾ നോർമലായിട്ട് ഒരാൾ കട്ടിങ് ചെയ്യുമ്പോൾ ഒരു 15 ബിലോ ഒരു 10-15 ഇടയ്ക്ക് ഒരു ബോഡി ഫാറ്റ് വരുമ്പം അത്രത്തോളം ഇഞ്ചറീസിൻ്റെ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് കട്ടിങ് സമയത്ത് കൂടുതൽ ആൾക്കാർ റപ്പ് കൂട്ടി വെയിറ്റ് കുറവെടുക്കുക എന്നുള്ള ഒരു ഐഡിയ വന്നത് എന്നത്. എന്നാൽ ഈ ഒരു ഐഡിയ 90% ജനറൽ പബ്ലിക്കിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് കൂടുതലും പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾ കട്ടിങ്ങിൻ്റെ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന്. ആക്ച്വലി നിങ്ങൾക്ക് രണ്ടും ചെയ്യാവുന്നതാണ്. ഒന്നാമത് നിങ്ങൾ നോർമലായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യുക. അതായത് ഒരു മോഡറേറ്റ് വെയിറ്റിൽ നമ്മളൊരു 10-12 റെപ്പ് അടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെപ്പ് കൂട്ടുകയും ചെയ്യാം. അതായത് ഇപ്പം നമുക്കറിയാം 5 മുതൽ 30 വരെ റെപ്പ് റേഞ്ച് ഏത് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കട്ടിങ്ങിൻ്റെ സമയത്തായാലും ബൾക്കിങ്ങിൻ്റെ സമയത്തായാലും നിങ്ങൾ ഈ ഒരു റെപ്പ് റേഞ്ചിൽ ഏത് റെപ്പ് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മസ്കുലാർ ഫെയിലിയർ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിങ് അല്ലെ ബൾക്കിങ്ങിലുള്ള റെപ്പ് റേഞ്ച് വ്യത്യാസം അല്ലെങ്കിൽ വെയിറ്റ് വ്യത്യാസം എന്നുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ ഇടുക.